അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള മൂർച്ചയില്ലാത്ത വെട്ട് കത്തി അടുത്തുള്ള പാറപ്പുറത്തിട്ട് വരച്ച് നല്ലപോലെ മൂർച്ച കൂട്ടി ഈ കാണുന്ന പോലെ അതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയ കമ്പിൻ്റെ ആവശ്യമുണ്ട്. ആ കമ്പ് എടുക്കാൻ വേണ്ടിയാണ് ഇതിൽ പോകുന്നത്. തീരെ ചെറിയ കമ്പല്ല, അത്യാവശ്യം വലിയ കമ്പ് തന്നെ നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഈ കാണുന്ന മരങ്ങളെ മുറിക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മരങ്ങൾ താഴ്ഭാഗം പച്ചയാണെങ്കിൽ മുകൾ ഭാഗം മൊത്തം പട്ട് നിൽക്കുന്ന മരങ്ങളാണ് നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് വേറെ ഉപയോഗം കാര്യങ്ങളൊന്നും ഇല്ലാത്ത മരങ്ങളാണ് നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ വലിയ വലിയ മരങ്ങളിൽ കയറിയിട്ട് അതിൻ്റെ ചില്ലകൾ മുറിച്ചെടുക്കണം. മനസ്സിലായില്ലേ? അതിൻ്റെ ശിഖരങ്ങൾ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. വലിയ മരത്തിനെ മൂടോടെ മുറിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഈ കാണുന്ന ചില്ലകൾ വെട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് മരത്തിന് വലിയ കേടുപാടുകളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ആവശ്യത്തിന് ചില്ലകളും കൂടി മുറിച്ചെടുക്കുന്നുണ്ട്. ആരും തന്നെ ഇത്തരത്തിൽ കയറുന്ന മരക്കൊമ്പ് വെട്ടാനായിട്ട് പാടില്ല. താഴെ പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ജോലി കൊണ്ടാണ് ഇത്തരത്തിൽ കയറുന്ന വെട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചില്ലകളെല്ലാം ഓരോന്നായിട്ട് മുറിച്ചെടുക്കണം. സൂക്ഷിച്ച് ചില്ല വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില്ല വെട്ടുമ്പോൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വേണം വെട്ടാൻ. വെട്ടത്തി മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ വളരെ കൃത്യമായിട്ട് നമ്മുടെ കമ്പ് വെട്ടി താഴെ ഇട്ടിട്ടുണ്ട്. കമ്പ് വെട്ടി താഴെ ഇട്ടിട്ട് ബാക്കി വന്ന കുറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കമ്പ് വെട്ടി താഴേക്ക് ഇട്ടിട്ടുള്ളത്. നമ്മുടെ വെട്ടുകത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. വളരെ വേഗത്തിൽ എല്ലാ പണിയും കഴിയാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാണുന്ന പോലെ ചിഞ്ചും കൂടി നമ്മുടെ കൂടെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ കമ്പും ചില്ലയൊക്കെ വെട്ടിയെടുക്കുന്നത്. വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും മുളച്ച് വരുന്നതായിരിക്കും. മനസ്സിലായില്ലേ? പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ കാണുന്ന പോലെ കമ്പൊക്കെ വെട്ടിയെടുക്കുന്നത്. അതിനടുത്തായിട്ടൊരു കുളമുണ്ട്. കുളത്തിനകത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്തൊക്കെയോ വന്ന് വീഴുന്നുണ്ട്. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഞാനും ചിഞ്ചും കൂടി അങ്ങോട്ട് ആ വീഴുന്ന ഭാഗത്ത് നോക്കിയിട്ട് എവിടെ നിന്നാണ് ഇത് വരുന്നത് നോക്കിയപ്പോൾ ആ കാണുന്ന തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നാണ് ഈ സംഭവം എല്ലാം പറന്ന് വെള്ളത്തിനകത്തേക്ക് വന്ന് വീഴുന്നത്. സംഗതി പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ സച്ചി എൻ്റെ മേളിലുണ്ട്. സച്ചി എന്ന് പറഞ്ഞാൽ മീശക്കാരൻ എൻ്റെ മേളിൽ നിന്നിട്ട് എന്തൊക്കെയോ പറക്കി എറിയുന്നുണ്ട്. കരിക്കാണെന്ന് ഉദ്ദേശിച്ചാണ് പുള്ളിക്കാരെ എറിഞ്ഞെങ്കിലും തേങ്ങയും കരിക്കൊക്കെ മിക്സായിട്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത്. വളരെ വേഗത്തിൽ കരിക്ക് കുടിക്കാനുള്ള ആവേശത്തിൽ താഴെ വന്ന സച്ചിക്ക് ഞാൻ ഈ കാണുന്ന കരിക്ക് വെട്ടാൻ വേണ്ടി പോവാണ്. കരിക്ക് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മരത്തിൽ കയറി തളർന്ന് ഞാൻ കുടിച്ചത് സച്ചി കുടിച്ചാൽ പോരെ എന്ന്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് വെട്ടിയ കരിക്ക് ഞാൻ തന്നെ കുടിച്ചിട്ട് ബാക്കി സച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അത് കുടിക്കാൻ വേണ്ടി പോവാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വിചാരിക്കേണ്ട. സച്ചി ആദ്യം കുടിച്ചതിന് ശേഷമാണ് ഞാൻ കുടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാണുന്ന പോലെ വെട്ടിയിട്ട കമ്പെല്ലാം നമ്മൾ ചുമന്ന് ഈ കാണുന്ന പോലെ നമ്മുടെ വർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ 1 കിലോമീറ്റർ ചുറ്റളവിനകത്തുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കമ്പിനെല്ലാം വെട്ടിയെടുത്തിട്ട് അവിടേക്ക് കൊണ്ടുവരുന്നത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കമ്പ് കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ. നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ചെറിയ കമ്പായിട്ട് തോന്നുമെങ്കിൽ നല്ല വെയിറ്റുള്ള കമ്പുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ കാണുന്ന പോലെ സച്ചി പണി ആരംഭിച്ചിട്ടുണ്ട്. സച്ചി ഈ കാണുന്ന പോലെ കമുക മരത്തിൽ 3 കമുക മരത്തിൽ അളവ് പിടിച്ചിട്ട് കൃത്യമായിട്ടുള്ള നമ്മൾ കൊണ്ടുവന്ന കമ്പിനെ എടുത്ത് അളന്ന് മുറിച്ച് നമ്മൾ കെട്ടി വെക്കാൻ വേണ്ടി പോകണം. മനസ്സിലായില്ലേ? സച്ചിയാണ് മെയിൻ മേശിരി. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാടും കാര്യങ്ങളൊക്കെ അതിനടുത്ത് വെക്കൊണ്ട് ചൊറിയുന്ന ചേമ്പാണ് കാണുന്നത്. നല്ല ചേമ്പല്ല, കാട്ടുചേമ്പാണ് കാണുന്നത്. കാട്ടുചേമ്പ് വെട്ടി മാറ്റിയിട്ടുണ്ട്. കുറച്ച് ചേമ്പ് നല്ലപോലെ ചൊറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കാണുന്ന ഭാഗത്ത് ഒരു കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന കമ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ കുഴി എടുക്കുന്നത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണെങ്കിലും നമ്മളിതുപോലെ കുഴിയെടുത്ത് അകത്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. ചിഞ്ചു കറങ്ങി തിരിഞ്ഞ് ഈ കാണുന്ന പോലെ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. മനസ്സിലല്ലേ? വേറെ പണിയും കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിലും വെറുതെ അടുത്തൊന്ന് ഡയറക്ഷൻ വിടാൻ മാത്രമാണ് ചിഞ്ചുവിനെ ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ കമ്പിനെ ഈ കാണുന്ന 2 കുഴി എടുത്തിട്ട് 2 കുഴിക്കകത്തേക്ക് നിർത്താൻ വേണ്ടി പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കൊണ്ടുവന്നതിൽ അത്യാവശ്യം കനമുള്ള കമ്പുകളാണ് നമ്മളെടുത്ത് തൂണായിട്ട് നിർത്താൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. മനസ്സിലായില്ലേ? എപ്പോഴെപ്പോഴും ബുദ്ധിമുട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്നതിലും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ അതിനകത്തേക്ക് ഇടിച്ചു വെച്ചിട്ടുണ്ട്. കാട്ടിനകത്ത് നിന്ന് കാട്ടാന മതങ്ങളൊക്കെ വരുമ്പോൾ ചിഞ്ചോത വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന കമ്പുകൾ എടുത്തിട്ട് ഈ കാണുന്ന പോലെ വെച്ച തൂണിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് കൃത്യമായിട്ട് പ്ലാസ്റ്റിക് കയറും ചകിരിക്കയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്കാരൻ ആരോ അതിനകത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പൂച്ചകളെല്ലാം തന്നെ നമ്മൾ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കറങ്ങി തിരിച്ചൊക്കെ നടക്കുന്നുണ്ട്. സച്ചി കൃത്യമായിട്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ കെട്ടി കമ്പ് തീർന്നപ്പോൾ നമ്മൾ വീണ്ടും കമ്പ് മുറിക്കാൻ വന്നു. മനസ്സിലായില്ലേ? കിട്ടിയ കമ്പൊന്നും തികയാതെ വന്നുകൊണ്ട് ആരുടെയൊക്കെ പറമ്പിൽ കയറി ഇവിടെ നിന്നൊക്കെയോ കമ്പൊക്കെ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ വരുമ്പോൾ നമുക്കതിൻ്റെ അതൊക്കെ പിന്നെയുള്ള കാര്യം. അപ്പോൾ നമ്മളെന്തായാലും ആവശ്യമുള്ള കമ്പെല്ലാം ഇതേപോലെ വെട്ടിയെടുത്തിട്ട് താഴെ സച്ചി അതാ നിൽക്കുന്നുണ്ട്. സച്ചിയാണ് താഴെ വീഴുന്ന കമ്പുകളുടെ ചില്ലയെല്ലാം വെട്ടി എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ മുകളിൽ കയറിയതുപോലെ വെട്ടിയിട്ട കമ്പുകളെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൻ്റെ തൂണിന് സപ്പോർട്ട് കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മൾ കെട്ടിവെച്ച കമ്പുകളെല്ലാം താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആണിയടിച്ച് കൊടുക്കുകയാണ്. ഈ സച്ചിയും കൂടി ഈ കാണുന്ന പോലെ ആണിയടിച്ച് കൊടുക്കുന്നുണ്ട്. വി പോലെ അല്ല, ഈ കാണുന്ന പോലെ വെട്ടിയിട്ട് നമ്മുടെ കമ്പിനടിയിൽ വെച്ചിട്ട് ഇതേപോലെ ആണിയടിച്ച് കൊടുത്താണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വീണ്ടും കമ്പുകൾ കുറേ കുഞ്ഞു കമ്പുകൾ കൊണ്ടുവന്നിട്ട് അതും വെച്ച് നമ്മൾ കെട്ടുകയാണ്. ചിഞ്ചു ഈ കാണുന്ന പോലെ താഴെ നിന്ന് ഡയറക്ഷൻ വിട്ട് ചിഞ്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിൽ കയറി ഡയറക്ഷൻ വിടാൻ വേണ്ടി മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം ഞാനും ഈ കാണുന്ന പോലെ മുകളിൽ കയറി കമ്പ് വെച്ച് കെട്ടാൻ വേണ്ടി പോകണം. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ചെറിയൊരു ഷെഡ് കെട്ടാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഏർമാടം പോലത്തെ ചെറിയൊരു ഷെഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ നമ്മൾ ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് കയറ് വെച്ച് കെട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1.5 നില കെട്ടിടത്തിൻ്റെ പൊക്കം വരും. മനസ്സിലായി? നമ്മളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 നില വീടിൻ്റെ ഹൈറ്റ് ഇതിനുണ്ടാകും. മൊത്തം കെട്ടി വരുമ്പോൾ കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും നമ്മുടെ ക്യാമറയിലൂടെ കാണുമ്പോൾ ചെറുതായി തോന്നും.
തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു സംഭവമാണിത്. പക്ഷേ തറയിൽ നിന്ന് അത്യാവശ്യം ഒരാൾ പൊക്കം മാത്രമേ ഹൈറ്റ് ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് പനമ്പട്ട വെട്ടാൻ വേണ്ടതാണ്. മനസ്സിലായി, പനമ്പട്ടയല്ല പനയുടെ ഓല വെട്ടാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന പോലെ ഒലട്ടിപ്പനയെന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന പനയുടെ ഓല വെട്ടാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. മുകളിൽ കയറിയിട്ട് ഈ കാണുന്ന പോലെ അതിൻ്റെ ഓല ഓരോന്നായിട്ട് വെട്ടിയെടുക്കണം. നമ്മളതിൻ്റെ ഓല വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓലകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒലട്ടിപ്പന എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഒലട്ടിയുടെ ഓലകൾ വെട്ടി താഴേക്ക് ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്ഥലത്ത് കൊണ്ടാണ് നമ്മളിത് വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. തൊട്ട് താഴെ കൂടി തന്നെ റോഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇലയെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് തൊട്ടടുത്തുള്ള ഒരു കോളേജാണ്. അതിനടുത്തൂടെ റോഡിലൂടെ അത് അണ്ണന്മാർ പാഞ്ഞ് പോകുന്നുണ്ട്. സച്ചി ഈ കാണുന്ന പോലെ താഴെ വീണ് ഇലയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കൃത്യമായിട്ട് ഞാനും സച്ചിയും കൂടി അരങ്ങി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഈ ചെറിയ ചെറിയ ഇലകളാണ് നമുക്ക് അതിന് വേണ്ടി ആവശ്യമെന്ന് പറയുന്നത്. അതിനെ എടുത്തുകൊണ്ട് പോയിട്ടാണ് നമ്മൾ അതിൻ്റെ മേൽക്കൂര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഓലയാണ് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും ഓലയൊന്നും കാണാനില്ലാത്ത സ്ഥിതിക്ക്, കിട്ടാനില്ലാത്ത സ്ഥിതിക്ക്, അരക്കെ എടുത്തുകൊണ്ട് പോയ സ്ഥിതിക്ക് നമ്മൾ ഈ കാണുന്ന ഒലട്ടിയുടെ ഓല വെച്ചിട്ടാണ് മേൽക്കൂര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടിയിൽ ചെറിയ പച്ച നെറ്റും ചെറിയ പ്ലാസ്റ്റിക്കും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അകത്തേക്ക് വെള്ളം ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കും കൂടി ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ഓലയാണ് പ്ലാൻ ചെയ്തത്. ഓലയായിരുന്നെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അകം നനയാതെ നമുക്ക് അടിയിൽ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതിന് നമുക്ക് പ്ലാസ്റ്റിക് ഇട്ടേ മതിയാകുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ചെയ്യാൻ വേണ്ടി പോകുന്നത്. തൊട്ടടുത്ത കുളത്തിനകത്ത് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്. ഈ കാണുന്ന ചെറുതായിട്ട് വലയിട്ട് പിടിച്ചെടുത്തപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ഗൗര മീൻ കിടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൗര മീനെ പറക്കി നമ്മൾ ഒരു ആവേശത്തിന് കൗതുകത്തിന് പിടിച്ച മീനായതുകൊണ്ട് നമ്മൾ തിരികെ നുള്ളിപ്പറക്കി അതിനകത്തേക്ക് വിടാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമ്മൾ തൊട്ടിടുന്ന കമുക മരത്തിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാണുന്ന പോലെ വെട്ടിക്കീറി ചെത്തി മിനുക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലായില്ലേ? ആ കമുകിനെ എടുത്തിട്ടാണ് നമ്മളതിൻ്റെ മുകളിൽ ഈ ഒലട്ടിയുടെ പനയുടെ ഓല ചറുകി താഴെ വീഴാതിരിക്കാൻ വേണ്ടി വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന കമുകിനെ കയറിയെടുത്തത്. മനസ്സിലായില്ലേ? അതിനുശേഷം ഈ കാണുന്ന പോലെ നമ്മളതിൻ്റെ മുകളിൽ കയറി ഷീറ്റും പ്ലാസ്റ്റിക്കും എല്ലാം ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതേപോലെ നമ്മുടെ ഒലട്ടിയുടെ പന വെച്ച് മേൽക്കൂര ചെയ്യാൻ വേണ്ടി പോവാണ്. സച്ചി ഈ കാണുന്ന പോലെ മേൽക്കൂര ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. മനസ്സിലായി? ഈ കാണുന്നത് എൻ്റെ അനിയത്തിയും ഒന്ന് ചിഞ്ചുവിൻ്റെ അനിയത്തിയാണ്. രണ്ടും കൂടി ഈ കാണുന്ന പോലെ വെറുതെ ഒരു കാണാൻ വേണ്ടി സംഭവങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. മനസ്സിലായി? ശേഷം നമ്മുടെ തൊട്ടടുത്ത തടിമില്ലിൽ കിടന്ന ആവശ്യമില്ലാതെ കിടന്ന വിറകിനെല്ലാം വാങ്ങിയിട്ട് ഈ കാണുന്ന പോലെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ആ കാണുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ ഷെഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് സച്ചി ഓരോ നെറ്റ് പറക്കി എറിയാണ്. ഓരോ നെറ്റ് എടുത്തറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കെട്ടി വലിച്ച് കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയും കൂടി ആലോചിക്കുന്നുണ്ട്. അതിനെ ഈ കാണുന്ന പോലെ പലകയെല്ലാം വെച്ച് കെട്ടിയിട്ട് കയറ് വെച്ച് കെട്ടി കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയാണ്. ഇത് അത്യാവശ്യം നല്ലപോലെ വിജയിച്ച സ്ഥിതിക്ക് എല്ലാ പലകയും നമ്മൾ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ ഈ കാണുന്ന പോലെ പലകളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം, ആളിനിരിക്കാനുള്ള ആ ഒരാൾ പൊക്കം ഹൈറ്റിൽ നമ്മളിതേപോലെ പലകയുടെ പുറത്തല്ല, നമ്മൾ കെട്ടിവെച്ച തടിയുടെ പുറത്ത് വെച്ച് അടിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? എല്ലാ ഭാഗത്തും ഇതേപോലെ അടിച്ചു കൊടുക്കണം. പക്ഷേ പല സൈസും പല അളവും ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു വിറകിൻ്റെ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്നില്ല. പല ഷേപ്പിലും പല ആകൃതിയിലായിരിക്കും നമുക്കത് കിട്ടുക. മനസ്സിലായില്ലേ? ഈ കാണുന്ന പോലെയാണ് അതിൻ്റെ അകംഭാഗം വരുന്നത്. അഹംഭാവമല്ല, അകംഭാഗം, അകത്തുള്ള ഭാഗം വരുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഏർമാടം പോലത്തെ നമ്മുടെ ഈ കാണുന്ന ഷെഡിനെ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയെല്ലാം ഏറെക്കുറെ മെയിൻ പരിപാടിയെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ ജോലികൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. ബാക്കിയുള്ള പരിപാടികളെല്ലാം ബാക്കിയുള്ള ദിവസങ്ങളിൽ പതിയെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സച്ചി ഈ കാണുന്ന പോലെ കട്ടനും ടൈഗർ ബിസ്ക്കറ്റ്, മനസ്സിലായില്ലേ? ടൈഗർ ബിസ്ക്കറ്റാണ് കുറച്ചും കൂടി ഇതെന്നുള്ളത്. പണ്ടിങ്ങനെ ആൾക്കാർ പറ്റിക്കാൻ വന്നു ടൈഗർ ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കടുവ പോലെ ആവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ സച്ചി ടൈഗർ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുള്ള ഈ കാണുന്ന ടൈഗർ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഈ കാണുന്ന തൊണ്ട അടഞ്ഞു പോയിട്ടുണ്ട്. പനി വന്നിട്ട് തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുറകിലായിട്ട് നമ്മുടെ പിള്ളേരവിടെ അവിടെ കിടന്ന് തകർക്കുന്നുണ്ട്. അവരിനി മുതൽ ഇവിടെ തന്നെ ആയിരിക്കും സ്ഥിരതാമസം എന്ന് തോന്നുന്നു. മനസ്സിലായി? കാണുന്നില്ല 4-5 അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏർമാടം പോലത്തെ ഈ ഒരു ഷെഡിൻ്റെ പരിപാടി നമ്മൾ വെച്ച് നിർത്താൻ വേണ്ടി പോവുകയാണ്. ഇനിയും കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അത് നല്ല നീണ്ടു പോകുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കുറച്ച് പണികളും കൂടി അതിനകത്ത് ബാക്കിയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു തോടുണ്ട്. ആ തോടിനകത്ത് വെള്ളം വേറെ വഴി കൂടി തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ വെള്ളത്തിന് നമുക്ക് തിരികെ ഇതിനകത്തോട് നമുക്ക് ഈ കാണുന്ന ഒരു സ്ഥലമില്ലേ, ഈ കാണുന്ന ഒരു ഭാഗത്തിന് അടിയിലൂടെ നമ്മൾ വെള്ളത്തിന് വിടാനുള്ള ഒരു പരിപാടി, തോട് പോലത്തെ സംഭവമാണ്. അത് നമ്മൾ തോടാക്കി തന്നെ അതുവഴി വിടാനുള്ള ഒരു പരിപാടിയാണ്. മനസ്സിലായി? അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഫുള്ള് വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഫുള്ള് ചൂടും അതൊക്കെ ആണെങ്കിലും മഴ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കട്ടൻ കുടിച്ചിട്ടാണ് ബാക്കി ചെയ്യാൻ വേണ്ടി പോകുന്നത്. സച്ചി ഒഴിച്ച് വെച്ച കട്ടനും ടൈഗർ ബിസ്ക്കറ്റ്. മനസ്സിലായില്ലേ? കൊള്ളാം. ആ സരസു ഇനി വാ, നമ്മൾ തിങ്ങി വാ, കയ്യൊക്കെ വിറയ്ക്കുന്നു. കട്ടൻ തീർക്കല്ല, എനിക്ക് വേണം.
ചിഞ്ചു ഇവിടെ അല്ലേ, ചിഞ്ചു കണ്ണൂർ പോയി. കുറേ പകുതി പണിയാണ് നമ്മുടെ കൂടെ നടന്നിട്ട് പകുതി കഴിഞ്ഞപ്പോൾ ചിഞ്ചു കണ്ണൂർ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനടിയിൽ വെച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലമൊക്കെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുക്കും മനസ്സിലായില്ല ചെയ്യാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഒരു മുക്കാലോളം നമ്മുടെ ഇതിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പരിപാടി തുടങ്ങി നോക്കും. ഇതുണ്ടാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് ഇവിടെ നിന്ന് പെയിൻറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം ഇതാണ് മനസ്സിലായില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആ കാണുന്ന ഭാഗത്തൊക്കെ കുളവും വയലും പൂക്കളും മറ്റൊന്നും മറിച്ചൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അധികം ആൾക്കാരുടെ ഒരു ശല്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം തന്നെ ഇതിനുവേണ്ടി സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വർക്കെന്ന് ഉദ്ദേശിച്ച് ചെറിയ ചെറിയ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തെടുത്താൽ മനസ്സിലായില്ല. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഒരാഴ്ച നമ്മൾ എന്തെങ്കിലും ഗ്യാപ്പ് കൊടുക്കുന്നതായിരിക്കും. കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം പൂർത്തിയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി വീഡിയോ അത്ര ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്, അത് നമ്മുടെ പരിപാടി അത്ര ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്, എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ, ടാറ്റാ. Okay.